Hey guys, welcome back to channel. This is KP Question Max. So, we will discuss on the 4th semester BSc Complementary Mathematics 2022 question paper. Section A is 3 mark questions and the first question is a differential equation. A differential equation order degree it's an important questions. And the second one is a differential equation. A differential equation solution y is equal to x e raised to x verify. Third one is a differential equation. Our equation exact differential equation ആണെന്ന് ഷോ ചെയ്ത് കൊടുക്കുക. അതായത് എന്താണ് ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഫോർത്ത് വൺ പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കറസ്പോണ്ടിങ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്തി കൊടുക്കുക. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഫിഫ്ത്ത് വൺ പറയുന്നത് അവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻ്റെ സെപ്പറേറ്റബിൾ വേരിയബിൾ ഉപയോഗിച്ച് അതിനെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് സിക്സ്ത് വൺ പറയുന്നത് അവിടെ കൊടുക്കപ്പെട്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതേപോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സെവൻത്ത് വൺ പറയുന്നത് അവിടെ കൊടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടെത്തി കൊടുക്കുക. ആൻഡ് എയ്ത്ത് വൺ പറയുന്നത് സൈൻ 3t കോസ് 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തി കൊടുക്കുക. ആൻഡ് നയൻത്ത് വൺ പറയുന്നത് ഇ റേസ് ടു മൈനസ് 3t ടി റേസ് ടു ക്യൂബിന് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തി കൊടുക്കുക. ആൻഡ് ടെൻത്ത് വൺ പറയുന്നത് ഇതുപോലെ അവിടെ കൊടുക്കപ്പെട്ട ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തി കൊടുക്കുക. സോ ഈ 3 ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലാപ്ലേസ് ട്രാൻസ്ഫോം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. 11th എന്ന് പറയുന്നത് ഒരു ഇന്റർവെൽ കൊടുത്തിട്ടുണ്ട് -1 to 1. ആ ഒരു ഇന്റർവെല്ലിൽ f1 ഓഫ് എക്സും f2 ഓഫ് എക്സും ഓർത്തോഗണൽ ആണെന്ന് കാണിച്ചു കൊടുക്കുക. ആൻഡ് 12th എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു പാരബോളിക് ആണെന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് സെക്ഷൻ എ. നെക്സ്റ്റ് വി ആർ മൂവ് ടു സെക്ഷൻ ബി. സെക്ഷൻ ബി പറയുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് 13th വൺ പറയുന്നത് അവിടെ കൊടുക്കപ്പെട്ട ആ ഫംഗ്ഷനെ സോൾവ് ചെയ്ത് കൊടുക്കുക. ആൻഡ് 14th വൺ അവിടെ കൊടുക്കപ്പെട്ട ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്ത് കൊടുക്കുക. സോ എല്ലാ സെക്ഷൻസും നോക്കുക, കാരണം ഓരോ സെക്ഷനും ഓരോ മെത്തേഡാണ്. സോ എല്ലാ മെത്തേഡും പഠിച്ചേക്കാം. ആൻഡ് 15th വൺ അവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കൊടുക്കുക. ആൻഡ് 16th വൺ അവിടെ കൊടുക്കപ്പെട്ട ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തി കൊടുക്കുക. അതേപോലെ തന്നെ 17th വൺ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടെത്തി കൊടുക്കുക. ആൻഡ് 18th വൺ പറയുന്നത് അവിടെ കൊടുക്കപ്പെട്ട ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺവല്യൂഷൻ തിയറനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് 19th വൺ പറയുന്നത് അവിടെ കൊടുക്കപ്പെട്ട ഡിഫറൻഷ്യൽ ഇക്വേഷനെ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കൊടുക്കുക. ആൻഡ് സെക്ഷൻ സി രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെത്തേഡ് നല്ലോണം നോക്കി വെക്കുക. അത് 20th എന്ന് പറയുന്നത് അവിടെ കൊടുക്കപ്പെട്ട ഒരു ഫംഗ്ഷൻ സോൾവ് ചെയ്ത് കൊടുക്കുക. ആൻഡ് 21 എന്ന് പറയുന്നത് അവിടെ കൊടുക്കപ്പെട്ട എഫ് ഓഫ് എക്സ് പറഞ്ഞ ഒരു ഫംഗ്ഷനെ ഫോറിയർ സീരീസ് ആയിട്ട് എടുത്ത് എക്സ്പാൻഡ് ചെയ്യുക. എന്താ ഏത് ഇൻ്റർവെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ലെസ് ദൻ എക്സ് ലെസ് ദൻ 2π. അപ്പോൾ ഇതാണ് 4th സം BSc Complementary Mathematics 2022 ക്വസ്റ്റ്യൻ പേപ്പർ. 2023, 21 and 20 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇതേ ചാനലിൽ പോസ്റ്റ് ചെയ്യായിരിക്കും. Thank you for watching this video.